ಕರ್ನಾಟಕದಿಂದ ಯಾರು ಬರಬೇಡ್ರಿ, ದಯವಿಟ್ಟು ಬರಬೇಡ್ರಿ. കർണാടകത്തിലുള്ള ആരും ദയവായി വരരുത് എന്നാണ് അവർ പറയുന്നത്. അതായത് ഇവിടത്തേക്ക് ദയവായിട്ട് ആരും വരരുത് എന്ന അനൗൺസ്മെൻ്റ് ആണ് കർണാടകയിലെ ബ്ലോഗർമാർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് കർണാടകക്കാർ എല്ലാവരും വന്നിട്ട് അവിടെ ഭയങ്കര തിരക്കായിട്ട് മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മളെ കണ്ണൂർക്കാർക്ക് പോലും അവിടെ ഒരു സ്വസ്ഥമായിട്ട് തൊഴാൻ പോയിട്ട് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന പരാതികൾ വ്യാപകമായിട്ട് വരികയാണ്. അപ്പോൾ കർണാടകയിൽ നിന്ന് കണ്ണൂരേക്ക് കൊട്ടിയൂരേക്ക് വന്നിട്ട് ദർശനം നടത്തിയ കന്നഡക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ಟಿಕೆಟ್ ತಗೊಳ್ಳೋದು ವೇಸ್ಟ್. ನಾರ್ಮಲ್ ಆಗಿ ಎಲ್ಲ ರೌಡಿಸಂ ಮಾಡ್ತಾರೆ, ಜಾಸ್ತಿ ಎಲ್ಲ ಬರೀ ರೌಡಿಸಂ ಮಾಡ್ತಾರೆ. ನೀವೇ ನೋಡ್ತಾ ಇದ್ದೀರಲ್ಲ, ನೀಟಾಗೊಂದು ಜವಾಬ್ದಾರಿ ಇಲ್ಲ, ನೀಟಾಗೊಂದು ಮೇಂಟೆನೆನ್ಸ್ ಇಲ್ಲ. ಯಾರು ಬರಬೇಡಿ, ಕೊಟ್ಟಿವ್ರಂತ ಆಸೆಗೆ ಬರಬೇಡಿ. ವೇಸ್ಟ್, ಈ ಟಿಕೆಟ್ ವೇಸ್ಟ್, ಇದು ಏನು ಬೆಲೆ ಇಲ್ಲ. ಇದು ആ 100 രൂപയുടെ ടിക്കറ്റ് വേസ്റ്റാണ്, ആരും ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല, ഇനി കർണാടകക്കാരും ഇങ്ങോട്ട് വരേണ്ടതെന്നില്ലാണ് ഈ കർണാടകയിൽ നിന്ന് വന്ന ആളുകൾ പറയുന്നത്. അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് വന്നിട്ട് വലിയ രീതിയിൽ തിരക്കാണ്. അപ്പോൾ അവിടുത്തെ ഈ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് വിസിലടിക്കുക, ബഹളം വെക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ മലയാളികൾ ഈ രൂപത്തിൽ പറയുന്നത്. കർണാടകക്കാർ വന്നിട്ട് അവിടെ നശിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങൾ ഈ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളെല്ലാം ഈ കർണാടകക്കാർ വന്ന് നശിപ്പിച്ചു എന്ന രൂപത്തിലാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ കന്നഡക്കാരായാലും തമിഴ്നാട്ടുകാരായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരണം. നമ്മൾ ഇവിടുന്ന് ടൂറൊക്കെ പോകുന്നതാണ്, എല്ലാ വെക്കേഷനിലായാലും മറ്റ് ഈ അമ്പലത്തിലേക്കായാലും എല്ലാ കർണാടകത്തിലെ അമ്പലത്തിലേക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കണ്ണൂരിൽ നിന്നും എല്ലായിടത്തുനിന്നും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ തമിഴ്നാട്ടിലേക്കാണെങ്കിലും നമ്മൾ ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഈ കർണാടകക്കാർ ഇങ്ങോട്ടേക്ക് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നതിന് നമുക്കൊന്നും കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ റൗഡിസം കാണിച്ചു എന്നാണ് പറയുന്നത്. കൊട്ടിയൂരത്തെ ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ ചില ആളുകൾ നിയന്ത്രണ വിധേയമായിട്ടാണ് അവിടെ ആളുകൾ. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ സംഘാടകർക്ക് പരിധിയിലപ്പുറമാണ്. അപ്പോൾ അവർ ചില നിയന്ത്രണങ്ങൾ കർക്കശമായിട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഇവർ റൗഡീസാണ്, ഭക്തരെ അപമാനിക്കുന്ന, ഭക്തരെ തല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കന്നഡക്കാർ ഒരുപാട് ബ്ലോഗുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് കന്നഡക്കാരായാലും തമിഴ്നാട്ടുകാരായാലും എല്ലാവരും വരണം, നമ്മുടെ ടൂറിസം വികസിക്കണം, നമ്മുടെ നാട് വികസിക്കണം, നമ്മുടെ അമ്പലങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം എന്നാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട്, മലയാളികളെ സംബന്ധിച്ചിട്ട് എന്താണ്, നമ്മൾ ഈ ഒരു ദർശനത്തിൽ നമ്മൾ സമാധാനപരമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ മുന്നത്തെ വർഷങ്ങളിലൊക്കെ കൊട്ടിയൂർ എന്ന് വെച്ചാൽ നമുക്കൊരു വികാരമാണ്. അപ്പോൾ ആ ഒരു വികാരമുള്ള ഇപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, അതേപോലെ തന്നെ രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, ഇവിടെയൊക്കെ അടുക്കാൻ കഴിയാത്ത തിരക്കാണ്. അപ്പം അവിടെ ഒന്നും എല്ലാം മൊത്തം കന്നഡക്കാർ വന്നിട്ട് നടഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഒരു ദർശനം നടത്താൻ അവിടെ പോകാൻ പറ്റുന്നില്ല എന്ന പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പം ഇവർ വന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇവർ വരണ്ട എന്നൊരു രൂപത്തിൽ പറയില്ല. അതേപോലെ തന്നെ ഈ കൊട്ടിയൂരൊക്കെ വന്നിട്ട് അവരുടെ ഡ്രസ്സുകൾ, അവരുടെ അടിവസ്ത്രങ്ങളൊക്കെ ഈ വെള്ളത്തിൽ, ഈ പുഴയിലൊക്കെ ഒഴുക്കി വിടുന്ന സംഭവങ്ങളുണ്ട്. അത് മുന്നേ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെ മോശം പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികളൊക്കെ ഇല്ലാണ്ടാക്കണം, ആ പ്രവൃത്തികളൊക്കെ നടത്താൻ വേണ്ടി വിടാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ടൂറിസം എല്ലാ രീതിയിലും വികസിക്കുന്നുണ്ട്. നമ്മുടെ വാഹനങ്ങൾക്ക്, നമ്മുടെ ടൂറിസ്റ്റ് വണ്ടികൾക്ക് ഒരുപാട് ട്രിപ്പുകൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വഴിയോര കച്ചവടക്കാർക്ക് ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട്. ഞാനിന്ന് പോകുന്ന വഴിയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഒരുപാട് ചായക്കടകളായാലും മറ്റ് ഡ്രസ്സിൻ്റെ ഷോപ്പുകളായാലും മറ്റ് സ്ഥലത്തൊക്കെ ഈ പുറത്തുനിന്ന് ആളുകൾ, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കാണ് വിപണനം കൂടുതൽ ലഭിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട് വികസിക്കും. കാരണം അവർ വന്നിട്ട് നമുക്കറിയാം, നമ്മുടെ മാടായിക്കാവിലായാലും മറ്റ് ക്ഷേത്രങ്ങളിലായാലും കർണാടകക്കാരുടെ സംഭാവന കൊണ്ട് മാത്രമാണ് ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ വിപുലീകരിക്കുന്നത്. ക്ഷേത്രങ്ങളൊക്കെ മോടി പിടിക്കുന്നതൊക്കെ ഈ കർണാടകക്കാരുടെയും തമിഴ്നാട്ടുകാരുടെയും ഒക്കെ പൈസ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ വരവ് നമുക്ക് ആ രൂപത്തിൽ തടയാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമ്മളും അങ്ങോട്ടേക്ക് പോകുന്നതാണ്. കൊട്ടിയൂരെ സംബന്ധിച്ചിട്ട് വലിയൊരു വിവാദമാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകൾ നടക്കുകയാണ്. അമ്പലത്തിൻ്റെ പേരിൽ അവർ ഈ ദർശനം അമ്പലത്തിലേക്കാണ് വരുന്നത്. എല്ലാവരും ദൈവങ്ങളെല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അപ്പം എല്ലാവർക്കും നമ്മളെ ദൈവം തന്നെയാണ് അവരുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തിനെ കാണാൻ വരുന്നവരോട് ആ രൂപത്തിൽ നമ്മളൊരു ആദിത്യ മര്യാദയോടെ, കണ്ണൂർക്കാർ പൊതുവെ ആദിത്യ മര്യാദയോടെ പെരുമാറുന്നവരാണ്. അങ്ങനെ തന്നെ നമുക്ക് പെരുമാറാൻ വേണ്ടി സാധിക്കട്ടെ. ಕನ್ನಡದವರು ಸ್ವಲ್ಪ ಯೋಚನೆ ಮಾಡ್ಬಿಟ್ಟು ಬನ್ನಿ. ಕೊಟ್ಟಿಯವರು ಬರಕ್ಕೆ ಹೋಗ್ಬೇಡಿ. ಹೆಣ್ಮಕ್ಳಿಗೆ ಹಿಂಗ್ ಕೈ ಇಟ್ಬಿಟ್ಟು ಹಿಂಗ್ ದೂಕಿದ್ರೆ ಹಿಂಗಾಗತ್ತೆ. ಕರ್ನಾಟಕದವರಿಗೆ ಬಂದವರಿಗೆ